السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ആദരണീയനായ കേരളക്കരയിലെ അല്ല മലയാളികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ വെളിച്ചമെത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ അല്ലാഹുവിൻ്റെ വഹ്ദാനിയത്ത് ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ താമസിക്കുന്ന മലയാളികൾക്കിടയിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന തൗഹീദി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ, അതിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യനായ PN അബ്ദുൽ ലത്തീഫ് മദനി അവറുകൾ, വരും ദിവസങ്ങളിൽ നമ്മോട് സംസാരിക്കാനും വ്യത്യസ്തമായ വിഷയങ്ങളെ നമ്മുടെ മുന്നിലെത്തിക്കാനും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ എത്തിയപ്പോൾ ആ കൂട്ടത്തിലുള്ള ബഹുമാന്യരായ പ്രഭാഷകന്മാർ ഫضل ഉമരി, ഷാഫി സബാഹി, സുബൈർ സലഫി, സഫ്വാൻ ബറാമി, അതിനപ്പുറം ഈ ആദർശ പ്രബോധന വീതിയിൽ ഈ മനോഹരമായ ഈ കൊച്ചുദ്വീപിൻ്റെ തുരുത്തിൽ ഇങ്ങനൊരു വേദി ഒരുക്കുവാൻ വേണ്ടി എത്രയോ ദിവസങ്ങളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ സംഘാടകർ, വീട്ടിൽ പല ആവശ്യങ്ങളും ഉണ്ടായിട്ടും ചെറിയ ബോട്ടുകളിലും അതുപോലെ തന്നെ വെസൽ സംവിധാനത്തിലുമൊക്കെയായി അല്ലാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധന മേഖലയിൽ ഞങ്ങളും എത്തണമെന്ന് ആഗ്രഹിച്ച് കൊതിച്ച് മോഹിച്ച് ഇവിടെ എത്തിയ വ്യത്യസ്തമായ ദ്വീപുകളെ പ്രതിനിധീകരിച്ച് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ, ഈ പന്തലിനെ, ഈ സദസ്സിനെ ധന്യമാക്കുന്ന ആദർശ സഹോദരന്മാർ, സഹോദരിമാർ, കിൽത്താൻ എന്ന് പറയുന്ന ഈ കൊച്ചുദ്വീപിലെ ഈ വേദിയിൽ വന്നിരിക്കുന്നവരും ദൂരെ ഇരുന്ന് ഈ സംസാരത്തെ ശ്രദ്ധിക്കുന്നവരുമായ മാന്യരായ ബഹുമാന്യരായ കിൽത്താൻ ദ്വീപിലെ ശ്രോതാക്കളെ, സർവശക്തനായ അല്ലാഹു നമ്മളിൽ നിന്ന് ഇതൊരു പുണ്യകർമ്മമായി, സുഹൃതമായി, സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരുടെയും നാവിൻ തുമ്പിലൂടെ നിങ്ങൾ കേട്ട ഒരു വാക്കാണ് മസ്ജിദുർ റഹ്മ. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനവും ഇവിടെ ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ വ്യത്യസ്തമായ വിഷയങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ ആദർശ കൂട്ടായ്മ അതിന്റെ പ്രബോധന മേഖലയിൽ ഏറ്റവും ആദ്യം തെരഞ്ഞെടുക്കുന്ന വിഷയം അല്ലാഹുവിന്റെ വഹ്ദാനിയത്താണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് എതിര് നിൽക്കുന്ന വിഷയമാകുന്ന ശിർക്കും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അടങ്ങിയ മേഖലകളെ സമൂഹത്തിന്റെ മുമ്പാകെ തുറന്നു പറഞ്ഞ് മനുഷ്യരെ ഈ തിന്മയിലേക്ക് നിങ്ങൾ പോകരുത്, ഈ അഗാധ ഗർത്തത്തിൽ നിങ്ങൾ വീണു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുക എന്നത് അതിനോടൊപ്പം ചേർന്നു നിൽക്കുന്ന ഒന്നാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചുവല്ലോ, ഈ കിൽത്താൻ ദ്വീപ് എന്ന് പറയുന്ന ദ്വീപിന്റെ നീളമാകെ 2.5 കിലോമീറ്റർ ആണ്. ചില സ്ഥലങ്ങളിൽ 1.5 കിലോമീറ്റർ വീതിയുണ്ട്, 1/2 കിലോമീറ്റർ വീതിയുള്ള സ്ഥലവുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ദ്വീപാണ്. 3000-ലധികം ആളുകൾ മാത്രം താമസിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദൂരെ കിടക്കുന്ന ഈ ദ്വീപിലേക്ക് ഞങ്ങളുടെ പ്രസിഡന്റ് അടക്കമുള്ള ഈ ടീം ഇവിടെ എത്തിയത് സഹോദരങ്ങളെ ഭൗതികമായ ലോകത്ത് യാതൊരു ലാഭേച്ഛയും ആഗ്രഹിക്കാതെയാണ്. ലോകരക്ഷിതാവായ അണ്ടകടാഹങ്ങളുടെ അധിപനായ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിന്റെ കൂലിയും അവന്റെ തൃപ്തിയും അവന്റെ പ്രീതിയും കാംക്ഷിച്ചുകൊണ്ട് മാത്രമുള്ള ഒരു യാത്രയാണ്. അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ ശബ്ദം തുടരെ തുടരെ കേട്ടിട്ടില്ലാത്ത കൊച്ചു ദ്വീപുകളിലേക്ക് അതെത്തിക്കുവാനുള്ള അതീവമായ പരിശ്രമത്തിന്റെ ഭാഗമാണിത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ദ്വീപിൽ ഈ പഞ്ചായത്ത് സ്റ്റേജിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയെ നോക്കിക്കാണുന്നത്. മനുഷ്യരെ വല്ലാതെ പരീക്ഷിച്ചു കളഞ്ഞ അല്ലാഹു തആലയുടെ പരീക്ഷണമായി കടന്നു വന്ന കൊറോണ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം നമ്മുടെ മുമ്പാകെ കടന്നുപോയി. അതിനു മുമ്പ് ഈ കൊച്ചുദ്വീപിലേക്ക് അവിടെ ജെട്ടിയുടെ പരിസരത്തുള്ള ആ കൊച്ചു പ്രദേശത്ത് നിന്ന് ഞാൻ 2 തവണകളായി ഈ ദ്വീപിൽ സംസാരിക്കാൻ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്ന് ഇന്ന് കാണുന്നത് പോലെ ഒരു സദസ്സ് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ആ സംസാരം ഇവിടെ നടത്തുമ്പോ ഈ കൊച്ചുദ്വീപിൽ മസ്ജിദുർ റഹ്മ എന്ന് പറയുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള ഒരു ഭവനം പെട്ടെന്ന് ഉയർന്നു വരുമെന്ന് നാം പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, എന്റെ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് 2 മിനിറ്റ് സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇന്നും ഓർക്കുകയാണ്, അവിടെ നിന്ന് എഴുന്നേറ്റ് സംസാരിക്കുമ്പോ മുമ്പിലിരിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. 2 ദിവസത്തെ സംസാരം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോ 2ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ നാളെ രാവിലെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. കിൽത്താൻ ദ്വീപിലെ മനുഷ്യരെ, സ്നേഹമുള്ളവരെ, നിങ്ങൾ ഈ കേട്ടത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, അല്ല നിങ്ങളുടെ മനസ്സുകളിൽ സംശയമുണ്ടെങ്കിൽ, ഇതാ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, അവിടേക്ക് നിങ്ങൾക്ക് വരാം, സൗഹൃദമായി നമുക്ക് സംസാരിക്കാം. ഞാൻ ഓർക്കുന്നു 10-15 പേർ താമസിക്കുന്ന റൂമിലേക്ക് വന്നു. കണ്ണു നനഞ്ഞുകൊണ്ട് ലോകരക്ഷിതാവായ റബ്ബിന്റെ വഹ്ദാനിയത്ത് അവർക്ക് മുമ്പിൽ ആവർത്തിച്ചു പറഞ്ഞു കൊടുക്കുമ്പോ ഈ കൊച്ചുദ്വീപിൽ ഒരു മസ്ജിദുർ റഹ്മ ഉയരാനായിരുന്നു ആ സംസാരം. നിങ്ങളുടെ പരിശ്രമം, ഈ ദ്വീപുതല കൂട്ടായ്മയുടെ നേതൃത്വത്തിന്റെ പരിശ്രമമെന്ന് ഇപ്പോൾ അത് സന്തോഷത്തോടുകൂടി നോക്കിക്കാണുകയാണ്. അള്ളാഹു അതിനെ ഉയർച്ചയിലേക്ക് എത്തിക്കുമാറാകട്ടെ. ഈ ദ്വീപ് 2.5 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഈ ദ്വീപിന്റെ 3000-ലധികം വരുന്ന മനുഷ്യരെ നിങ്ങൾക്കുള്ള ഒരു കാരുണ്യത്തിന്റെ ഭവനമാണത്. ഏതെങ്കിലും ഒരു കൊച്ചു കൂട്ടായ്മക്ക് വേണ്ടിയുള്ളതല്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിലെ എത്രയോ ഭവനങ്ങളിൽ ഇതാ ദൂരെ കിടക്കുന്ന കിൽത്താനിന്റെ ഈ മണ്ണിൽ
ഔദ്യോഗികമായി ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഈ മസ്ജിദുർ റഹ്മ കിൽത്താനിലെ മനുഷ്യരെ നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളതാണ്. അള്ളാഹുവിന്റെ കലാമ് പഠിക്കാൻ ആഗ്രഹമുള്ളവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന തങ്ങളുടെ നിത്യജീവിതത്തിലെ വചനാമൃതങ്ങളെ ചെവികൊള്ളാൻ ആഗ്രഹമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടതാണത്. അതുകൊണ്ട് ഹാർദമായി മനസ്സറിഞ്ഞ് ആ പള്ളിയിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. ഈ ദ്വീപിൽ ഒരുപാട് പള്ളികളുണ്ട്, ആ പള്ളി വേറിട്ട് നിൽക്കുന്നു എന്നിവിടെ പറഞ്ഞു. അത് റബ്ബിന് മാത്രം സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാണ്, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള കേന്ദ്രമാണ്, അവന്റെ മുമ്പിൽ മാത്രം സാഷ്ടാംഗം ചെയ്യാനുള്ള ഭവനമാണ്. ഈ കൊച്ചുദ്വീപിലേക്ക് വെളിച്ചം വാരി വിതറാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭവനമാണ്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സംശയമുള്ളവർക്ക് അള്ളാഹുവിന്റെ ഖുർആൻ വെച്ച്, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് വെച്ച് നിങ്ങൾക്ക് അതിന്റെ നിജസ്ഥിതികളെ പറഞ്ഞു തരാനുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹമായി കിട്ടിയ കൊച്ചു ഭവനമാണ്. നിങ്ങൾ വരണേ, സന്ദർശിക്കണേ, അടുക്കണേ, അന്വേഷിക്കണേ, പഠിക്കണേ, ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ റബ്ബിന്റെ വഹ്ദാനിയത്ത്, അതിന്റെ പ്രബോധനമാണ് ഈ പ്രസ്ഥാനം മുന്നിൽ കാണുന്നത് എന്ന് ആവർത്തിച്ചു പറയേണ്ട ആവശ്യമില്ല. എന്നാൽ മനുഷ്യന്റെ ജീവിതവുമായി തൊട്ടുനിൽക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാതെ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രബോധന മേഖലയും കടന്നുപോയിട്ടില്ല. ഇല്ല. വൈജ്ഞാനിക രംഗത്ത് വർഗീയവൽക്കരണം നടന്നപ്പോ അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിൽ തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അതിന് പ്രത്യേക ക്യാമ്പയിൻ പ്രഖ്യാപിച്ച ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം, അല്ലേ? അങ്ങനെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ ഖുർആൻ വെച്ചുകൊണ്ട്, തിരുസുന്നത്ത് വെച്ചുകൊണ്ട് മനുഷ്യരെ നന്മയിലേക്ക്, വെളിച്ചത്തിലേക്ക്, നീതിയിലേക്ക്, സത്യത്തിലേക്ക്, ധർമ്മത്തിലേക്ക് ക്ഷണിക്കാൻ, അതിനാണ് മുജാഹിദ് പ്രസ്ഥാനം മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഇതാ ഞങ്ങളൊരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരാണ് എന്ന അർത്ഥത്തിൽ, ഏതെങ്കിലും അർത്ഥത്തിൽ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരില്ല. അവരോടൊപ്പം അലിഞ്ഞു ചേർന്ന് അവരോടൊപ്പം ഒരു പ്രവർത്തകന്മാരായി നാളെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മനുഷ്യകുലത്തിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗമെന്ന് പറയുന്ന പൂങ്കാവനത്തെ കാംക്ഷിച്ചുകൊണ്ട് ആ സ്വർഗപ്രാപ്തിയും കത്തിച്ചൊലിക്കുന്ന അഗ്നികുണ്ടാരമാകുന്ന ജഹീമെന്ന, ജഹന്നമെന്ന, ലള എന്ന, ഹുത്തമ എന്ന, വൈൽ എന്ന, സഖർ എന്ന, അന്നാർ എന്ന വ്യത്യസ്ത പേരുകളിൽ പരിചയപ്പെടുത്തുന്ന ആ കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. അതാണിവിടെ അധ്യക്ഷൻ തന്റെ കൊച്ചു സംസാരത്തിൽ പറഞ്ഞത്. ഈ കിൽത്താൻ ദ്വീപിലെ മനുഷ്യരെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിലേക്ക് മനുഷ്യരെ നമ്മൾ ആരും ആപതിച്ചു പോകരുത് എന്ന മോഹമാണ്, അഭിലാഷമാണ്, ആഗ്രഹമാണ് ഞങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. അതേ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രിയപ്പെട്ടവരെ പ്രവേശിക്കണം. ആ സ്വർഗപ്രാപ്തി, ആ മോഹമാണ്, ആഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ ഈ അർത്ഥത്തിൽ നിങ്ങളുടെ മുമ്പിൽ സംസാരിപ്പിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഈ പ്രസ്ഥാനം വ്യത്യസ്തമായ മേഖലകളിൽ ആളുകളെ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്നോട് ഇന്നത്തെ ദിവസം സംസാരിക്കാൻ സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുള്ളത്, പ്രിയപ്പെട്ടവരെ, ധർമ്മത്തിൽ നിന്നും ധാർമ്മികതയിൽ നിന്നും ഈ മനുഷ്യകുലം ഇങ്ങനെ അധാർമികതയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ വഴുതി വീണുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. മനുഷ്യർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റാത്ത ദ്വീപിന്റെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലേക്ക്, ശാന്തമായി ജീവിക്കുന്ന മനുഷ്യരിലേക്ക് പോരാ, വളരെ ധർമ്മമാണ് എന്ന് വിചാരിച്ച് അധാർമികതയിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുന്ന ഈ ദ്വീപിലെ പാവപ്പെട്ട നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവിതത്തിലേക്കും അധാർമികതകൾ ഇങ്ങനെ പതുക്കെ പതുക്കെ മാംഗ്ലൂരിന്റെ കപ്പലിലൂടെ, അതേ ബേപ്പൂരിൽ നിന്ന് വരുന്ന കപ്പലിലൂടെ, അല്ല കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലിലൂടെ, അതേ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അധാർമികതയ്ക്ക് വളം വെക്കുന്ന ചില വിത്തുകൾ
ദ്വീപുതലങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി ദ്വീപിലെ പാവപ്പെട്ട മനുഷ്യർക്കും മേൽ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്ന മീഡിയകളും മാധ്യമങ്ങളും ചർച്ചകളും വർഷങ്ങൾക്കും മാസങ്ങൾക്കും മുമ്പ് കടന്നുപോയിട്ടുണ്ട് എന്നത് അതിനെ നാം ഒരിക്കലും മറക്കുന്നില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ കള്ളുകുടിച്ചവരുണ്ടോ എന്ന ചോദ്യത്തിനുണ്ട് എന്നാണ് ദ്വീപുകാർക്ക് പറയാനുള്ള മറുപടി. MDMA പോലെയുള്ള അതിമാരകമായ ഈ പുതിയ ലോകത്ത് ആളുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മാരകമായ ലഹരി ദ്വീപുതലത്തിൽ ജീവിക്കുന്ന ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനുത്തരം ഉണ്ട് എന്നാണെങ്കിൽ ഗൗരവത്തോടുകൂടി മാത്രമേ നമുക്ക് അതിനെയൊക്കെ നോക്കിക്കാണാൻ പറ്റുകയുള്ളൂ. ഞാൻ ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടെ കേരളക്കരയിൽ ഒരു സ്ഥലത്ത് സംസാരിക്കാൻ, ലഹരിക്കെതിരെ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോ അതിന്റെ ഉദ്ഘാടന ഭാഷണം നിർവഹിച്ച ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, MDMA എന്ന് പറയുന്ന മാരകമായ ലഹരി, ഒരു ചട്ടിയും അതുപോലെ തന്നെ ഒരു ഗ്യാസ് സ്റ്റവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ പുതിയ ലോകത്തിനുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാരകമായ ലഹരിയാണ് MDMA എന്ന് പറയുന്നത്. അത് ഒരു പഞ്ചസാരത്തരിയുടെ പകുതി വലിപ്പമുള്ള ഒരു പഞ്ചസാരത്തരി ഇങ്ങനെ രണ്ട് വിരലുകൾക്ക് ഇടയിൽ ഇങ്ങനെ അമർത്തിപ്പിടിച്ചാൽ കാണാത്തത്ര ചെറുതാണ്. ആ പഞ്ചസാരത്തരിയുടെ പകുതി വലുപ്പമുള്ള ഒരു MDMA തരി നാവിലൊന്ന് തട്ടിച്ചാൽ 500 ചായ ഒരുമിച്ച് കുടിച്ചതുപോലെയായിരിക്കുമെന്ന് അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അപ്പൊ എത്രത്തോളം മാരകമാണ് ഈ പുതിയ ന്യൂജൻ എന്ന് പറയുന്ന നമ്മുടെ മക്കൾ, പ്രിയപ്പെട്ടവരവിടെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുന്നത്. മുമ്പ് കള്ളു കുടിച്ചവരെ, ലഹരി അടിച്ചവരെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. ഇന്ന് ശരീരത്തിൽ പല സ്റ്റിക്കറുകളാണ്. മിണ്ടാതെ കിടക്കുന്ന മോനെ ഉമ്മ ആവർത്തിച്ചു വിളിച്ചാൽ ഉമ്മയോട് ദേഷ്യപ്പെടുകയാണ്, രോഷാകുലനായി പെരുമാറുകയാണ്, അല്ലെ ഉപ്പയോട് തട്ടിക്കയറുകയാണ്, മാതാവിനടിക്കാൻ ഒരുങ്ങുകയാണ്, സ്വന്തം പെങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. എന്നാൽ ഏതെങ്കിലും ലഹരിയുടെ വാസന പുറത്തു വരുന്നില്ല, കള്ളുകുടിച്ചവനെ പോലെ ആടിക്കളിക്കുന്നില്ല. ഒരു പുതിയ ലോകത്ത് ഇതൊക്കെ ജീവിതത്തിന്റെ വലിയ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന മൈ ബോഡി മൈ ചോയ്സ് എന്ന പേരിട്ട് വിളിച്ച് ക്യാമ്പസിൽ ബാനറുകൾ തൂക്കി ലഹരിയുടെ മായാലോകത്തിലേക്ക് ഇതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് കടന്നു വരും. ആ സഫ്വാൻ ബറാമിയുടെ സംസാരത്തിലൂടെ ലഹരിയുടെ മായാലോകത്തിലേക്ക് മാടി വിളിക്കുന്ന ഒരു പുതിയ തലമുറയെ, പെട്ടിക്കടകളിൽ ചിത്രശലഭങ്ങളെ പോലെ തൂങ്ങിക്കിടക്കുന്ന വ്യത്യസ്തമായ വർണ്ണാഭമായ പാക്കറ്റുകളിലൂടെ ഹാൻസിനെ പോലെ, പാൻപരാഗ് പോലെ, ഗുടുക്ക പോലെ നാവ് പൊക്കിപ്പിടിച്ച് നാവിനിടയിലേക്ക് വെച്ചുകൊണ്ട് അതേ ഒരു പുതിയ ഒരു മാസ്മരിക ലോകത്ത് ജീവിച്ചു പോകുന്ന പുതിയ തലമുറ, അതിനെ ഞാനും നിങ്ങളും കണ്ടില്ല എന്ന് നടിച്ചാൽ വലിയ അപകടമായിരിക്കും. ഇതാ ദ്വീപ് തലത്തിലുള്ള ആളുകളോട് പ്രത്യേകം പറയുകയാണ്, നിങ്ങളുടെ ഈ സമാധാനവും ഈ ശാന്തമായ അന്തരീക്ഷവും തകർത്തെറിയും. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. ഏതെങ്കിലും വ്യക്തിയെയോ ഏതെങ്കിലും ദ്വീപിനെയോ കുറ്റപ്പെടുത്താനല്ല, ജാഗ്രത പാലിച്ചു കൊള്ളണം എല്ലാ ആളുകളും. ഇവിടുത്തെ സമസ്തയുടെ പള്ളി എന്ന് പറയുന്ന AP-യുടെയും EK-യുടെയും ഒക്കെ പള്ളികളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന യുവാക്കളോട് നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത പള്ളിയിൽ ഇവിടുത്തെ ദ്വീപിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കും ഖുതുബ. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാ. ഇന്നത്തെ ഖുതുബ അത് നല്ല മലയാളത്തിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ വിനയത്തോടെ എന്നാൽ ആദരവോടെ ബഹുമാനത്തോടെ ഇവിടുത്തെ ഖാദിമാരോടും ഇവിടുത്തെ പണ്ഡിതന്മാരോടും പറയുകയാണ്, നിങ്ങൾ ജുമുഅക്ക് ശേഷം നടത്തുന്ന പ്രസംഗം കേൾക്കാൻ എല്ലാ യുവാക്കളും ഇരുന്നു കൊള്ളണമെന്നില്ല. മറിച്ച് നിർബന്ധമായി അവർ പള്ളിയിൽ വന്നിരിക്കുന്ന സമയത്ത് ലഹരിയുടെ ലോകത്തേക്ക് നടന്നു പോകുന്നവരോട്, പ്രേമചാബല്യങ്ങളിൽപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ജീവിക്കുന്ന പുതിയ തലമുറയോട്, അതേ വൈജ്ഞാനികമായ മേഖലകൾ തേടി ഇവിടുന്ന് കേരളക്കരയിലേക്കും തമിഴ്നാടിന്റെ കർണാടകയുടെ വ്യത്യസ്തമായ പ്രദേശങ്ങളിലേക്ക് യാത്ര പോകുന്ന ഈ നാട്ടിലെ മറ്റു ദ്വീപുകളിലെ മക്കളോട്, നിങ്ങളുടെ മുമ്പിൽ വന്ന് ഒരു ജുമുഅയുടെ നേരം 20 മിനിറ്റ് 30 മിനിറ്റ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോ അവരുടെ ഹൃദയങ്ങളിലേക്ക്
കയറിച്ചെന്ന് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കർണപുടങ്ങളെ കൂർപ്പിച്ചിരിക്കുന്ന യുവാക്കളോട് ഈ അപകടത്തെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതിനാണ് അള്ളാഹുവിന്റെ ദീന് പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ജുമഅയുടെ സമയം. സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ അത് 2 ഖുതുബകളായിരുന്നു. യജ്ലിസു ബൈനഹുമാ, ആ ഖുതുബകൾക്കിടയിൽ പ്രവാചകൻ ഒന്നിരിക്കും. എന്നിട്ട് ആ ഖുതുബയിൽ എന്താണ് പ്രവാചകൻ ചെയ്യാറുള്ളത്? യഖറഉൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുകയാണ്. വയുദക്കിറുൻ നാസ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നു, ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, മഖ്സൂദുൽ ഖുതുബ, ഖുതുബയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അൽ വഅ്ലു, ഉപദേശമാണ്. ആ ഉപദേശം കിൽത്താനിലെ ഈ മനുഷ്യർക്ക് കിട്ടുമോ? ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ നടത്തുന്ന ഖുതുബ? അതുകൊണ്ട് മസ്ജിദുർ റഹ്മ വേറിട്ട് നിൽക്കുകയാണ്. അവിടെ വരുന്നവർക്ക് ഓരോ വെള്ളിയാഴ്ചയും ജുമഅ കഴിഞ്ഞു പോകുമ്പോ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനുള്ള അവസരം റബ്ബിന്റെ അപാരമായ അനുഗ്രഹത്താൽ ആരംഭം കുറിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറെ കാര്യങ്ങളിൽ ഇത് വേറിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ അന്വേഷിക്കണം, പഠിക്കണം. നിൽക്കട്ടെ, അല്ലാഹു തആല അവന്റെ കലാമാകുന്ന ഖുർആനിൽ മുഅ്മിനീങ്ങളെ, മനുഷ്യരെ നമ്മെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. വിശ്വാസികളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. നോക്കൂ നിങ്ങള്, വിശ്വാസികളെ വിളിച്ചിട്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞത്? മദ്യം, കള്ള്, ലഹരിയുണ്ടാക്കുന്ന ഏതു വസ്തുക്കളാകട്ടെ, അത് ലോട്ടറി, ചൂതാട്ടം, ഇവയെല്ലാം അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അത് പൈശാചികമായ മ്ലേച്ഛമായ, പിശാചിന്റെ മ്ലേച്ഛമായ പ്രവൃത്തിയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണം, നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം. അത് നിങ്ങൾക്ക് വിജയം നൽകിയേക്കാമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ 5-ാം അധ്യായം സൂറത്ത് മാഇദയിൽ 90-ാമത്തെ ആയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഫജ്തനിബൂഹു, അതുകൊണ്ട് ലോട്ടറിയിൽ നിന്ന്, ചൂതാട്ടത്തിൽ നിന്ന്, ഈ ലഹരി ഉണ്ടാക്കുന്ന ഏതൊക്കെ കല്ല് എന്ന് വിളിച്ചു പറയാവുന്ന, ലഹരി എന്ന് പറയാവുന്ന എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്ന വസ്തുക്കളുണ്ടോ, അതിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടുനിൽക്കണം. അങ്ങനെ നിങ്ങൾ വിട്ടുനിന്നാൽ നിങ്ങൾക്കത് വിജയം സമ്മാനിച്ചേക്കാം. ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് എന്തിനാ ഈ സംസാരത്തിന്റെ ആമുഖത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തിയത്? ഇത് മനുഷ്യനെ പിടപ്പിച്ചു കളയുന്ന ഏറ്റവും മാരകമായ, ഏറ്റവും വലിയ അധാർമികതയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒന്നാണ്. സ്വന്തം ഉമ്മയെ തിരിച്ചറിയാൻ പറ്റാത്ത, സ്വന്തം ഭാര്യയെ തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന, പെങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന, അയൽപ്പക്കത്ത് താമസിക്കുന്ന, മതിൽക്കെട്ടുകളില്ലാതെ, ഈ കിൽത്താൻ ദ്വീപിന്റെ 2.5 കിലോമീറ്ററും ഞങ്ങൾ നടന്നപ്പോ വീടുകൾക്കിടയിൽ അപൂർവമായിട്ടാണ് മതിൽക്കെട്ടുകൾ കാണുന്നത്. അല്ലേ, എത്ര സൗഹൃദമായിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ലഹരി എന്ന് പറയുന്ന ഈ മാരകമായ പിശാചിന്റെ മ്ലേച്ഛമായ പ്രവൃത്തി കിൽത്താൻ പോലെയുള്ള കൊച്ചു ദ്വീപുകളിലേക്ക് കടന്നു വന്നാൽ മതിൽക്കെട്ടുകൾ നിർബന്ധമായി വരും. കാരണം പെങ്ങളെ തിരിച്ചറിയാത്ത, അയൽവാസിനിയെ തിരിച്ചറിയാത്ത, ഉമ്മയെ തിരിച്ചറിയാത്ത അതേ ഒരു ഭ്രാന്ത ലോകത്തെ ഈ ലഹരി സൃഷ്ടിച്ചെടുക്കും. അതുകൊണ്ട് അതിൽ നിന്ന് ജാഗ്രത പാലിക്കണമെന്ന് കിൽത്താൻ ദ്വീപിലെ സമ്മേളനത്തിന്റെ 3 ദിവസ സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തിൽ നിങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതിനോട് ഒരു നിലക്കും സഹകരിച്ചുകൂടാ. അങ്ങനെ ഒരാൾ നമ്മുടെ ദ്വീപിലുണ്ടെന്നറിഞ്ഞാൽ നമ്മുടെ കുടുംബമാണോ, അല്ല നമ്മുടെ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളാണോ, നമ്മുടെ മഹലിൽ ബന്ധപ്പെട്ട ആളാണോ, അതൊന്നും പരിഗണിക്കാതെ അവനെ വ്യക്തിപരമായി വിളിച്ച് കൃത്യമായി നിർദ്ദേശം കൊടുത്ത് അതിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടണം. അതിനുവേണ്ട കൗൺസിലിംഗ് കൊടുക്കണം. നിൽക്കുന്നില്ലേ, ഇവിടുത്തെ നിയമപാലകരുടെ മുന്നിൽ കൊണ്ടുപോയി കൃത്യമായി അവനെ ഏൽപ്പിച്ചുകൊണ്ട് ബോധവൽക്കരിക്കണം. അത് ഞങ്ങളുടെ മഹലിൽപ്പെട്ട ആളാണ്, ഞങ്ങളുടെ കൊച്ചുദ്വീപിലെ ആകെയുള്ള 3000-ൽ ഒരാളാണ്.
അതുകൊണ്ട് സിമ്പതി തോന്നാൻ പാടില്ല സുഹൃത്തുക്കളെ. അവനെ ഒറ്റയ്ക്ക് വിളിച്ച് നിങ്ങൾ ഉപദേശിക്കണം. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സഹോദരി ഉണ്ടെങ്കിൽ, സഹോദരനുണ്ടെങ്കിൽ, നിങ്ങൾ എന്ന് പറയുന്ന ഈ സമൂഹത്തിന്റെ സൊസൈറ്റിയുടെ ഏറ്റവും നല്ല പ്രോഗ്രസീവായ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. കാരണം ലോകത്തിന്റെ രക്ഷിതാവ് അനുഗ്രഹിച്ച ടീമാണ് നിങ്ങൾ. നോക്ക്, നിങ്ങൾ ആ കടലിലേക്കൊന്ന് നോക്കൂ. നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതൊരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ വാളാണ്. ചുറ്റും ലോകത്തിന്റെ രക്ഷിതാവ് കൊടുത്തതാണ്. ദ്വീപിലേക്ക് വലിയ തിരമാലകൾ ആഞ്ഞടിച്ച് കടന്നു വരാതിരിക്കാൻ ഈ കൊച്ചു ദ്വീപിൽ ആളുകൾ താമസിക്കുമെന്നറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവ് എത്രത്തോളം അനുഗ്രഹമാണ് ചെയ്തു തന്നിട്ടുള്ളത്. സുനാമിയുടെ തിരമാലകൾ, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ദ്വീപിലേക്കൊക്കെ 10-15 ദിവസം വെള്ളം കയറിയത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അന്ന് ഇവിടെ ഒരാൾ പോലും മരിച്ചില്ല. കാരണം ഈ മണലൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഖബർ കുടിക്കാൻ പ്രയാസമുണ്ടാകുമെന്ന് നമ്മെ ദ്വീപിലെത്തിച്ച ലോകത്തിന്റെ രക്ഷിതാവിനറിയാം. ഒരാൾ പോലും അന്ന് ദ്വീപിൽ മരിച്ചില്ല, ഒരു പ്രസവവും അന്ന് നടന്നില്ല എന്നൊക്കെ ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ പറ്റി. എത്രത്തോളം അനുഗ്രഹിച്ചിട്ടുണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്. അതുകൊണ്ട് ആ റബ്ബ് പറഞ്ഞ വ്യത്യസ്തമായ നിയമങ്ങളിൽ ഒന്നാണ് ലഹരിയുമായി മുസ്ലിമിന് ഒരു ബന്ധവും ഉണ്ടായിക്കൂടാ. അത് വെള്ളമാകാം, അത് പൊടിയാകാം, അത് ചെറിയ പാക്കറ്റിലാവാം, അത് ചെറിയ ബോട്ടിലാവാം. ഒന്നും നമുക്ക് അനുവദിച്ചു തന്നതല്ല, അതെല്ലാം നിഷിദ്ധമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പറഞ്ഞത്, ലഅനല്ലാഹുൽ ഖംറ, അല്ലാഹു അൽ ഖംറ എന്ന് പറയുന്ന ഏതൊക്കെ ലഹരിയുണ്ടോ, ആധുനിക ലോകത്തറിയപ്പെടുന്ന MDMA പോലെയുള്ള ലഹരി അടക്കം, അവിടുന്ന് അങ്ങോട്ട് പിറകിലേക്ക് ലഹരിയുടെ പേരുകൾ മറിച്ചു നോക്കിയാൽ കിട്ടുന്ന ചെറുതും വലുതുമായ ലഹരികൾ മുഴുവനും ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു അത് ശപിച്ചതാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വശാരിബഹാ വസാഖിയഹാ വബാഇഅഹാ വമുബ്താഅഹാ വഹാസിറഹാ വമുഅ്തസിറഹാ വഹാമിലഹാ. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അത് കൊണ്ടുപോകുന്നവൻ, കൊണ്ടുപോകാൻ സഹായിക്കുന്നവൻ, അത് കുടിക്കുന്നവൻ, കുടിപ്പിക്കുന്നവൻ, അത് മാറ്റുന്നവൻ, അത് എത്തിക്കുന്നവൻ, ആരുമാകട്ടെ, അതിനൊരു വാഹനം കൊടുത്ത് സഹായിക്കുന്നവൻ, അവന് തന്റെ വീട്ടിലെ റൂം ഒരുക്കി കൊടുക്കുന്നവൻ, അവന് തന്റെ ബോട്ട് വിട്ടുകൊടുക്കുന്നവൻ, ആ കപ്പലിൽ ഉണ്ടെന്നറിഞ്ഞിട്ട് മൗനം പാലിക്കുന്നവൻ, ആരുമാകട്ടെ, ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചു എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഗൗരവമുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. ഒരു സ്ഥലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഖംറുൻ. വാചകൻ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ, കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം. അതെ, എന്താണ് പറഞ്ഞത്? ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം അൽ ഖംർ എന്ന് പറയുന്ന ഈ മദ്യം എന്ന് പേരിട്ട് വിളിക്കുന്ന, കല്ല് എന്ന് പേരിട്ട് വിളിക്കുന്ന, കഞ്ചാവ് എന്ന് പേരിട്ട് വിളിക്കുന്ന എന്തുമാകട്ടെ അതെല്ലാം അൽ ഖംർ എന്ന് പറയുന്നതിൽ ഉൾപ്പെടും. അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എന്തും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അതിന്റെ പേര് നോക്കേണ്ടതില്ല. ലഹരി ഉണ്ടാക്കുന്ന ഒന്നാണോ നിഷിദ്ധമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. കൊച്ചു പാനീയമാണ് എന്ന നിലയ്ക്ക് മാറ്റി നിർത്തിക്കൂടാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ശറാബിൻ നസ്കറ ഫഹുവ ഹറാം. ലഹരി ഉണ്ടാക്കുന്ന ഏത് പാനീയങ്ങളുണ്ടോ എല്ലാം നിഷിദ്ധമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, നസ്കറ കസീറുഹു ഫഖലീലുഹു, അളവ് കൂടുതലാകാം, അളവ് കുറവാകാം, പക്ഷേ ഹറാമുൻ, അത് ഹറാമാണ്, അല്പമേ ഉള്ളൂ, ചെറുതാണ്, ഒരു 100 മില്ലിയാണ് അവൻ കുടിച്ചത്. ഇല്ല, അതൊന്നും മുസ്ലിമിന് പറയാൻ പറ്റുന്ന ദുർന്യായങ്ങൾ മുസ്ലിമിന് നടത്താൻ പറ്റുന്നതല്ല. ലഹരിയുടെ ചെറിയ വശമാകട്ടെ അംശമാകട്ടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഈ ലഹരി, ഈ മദ്യം, ഈ MDMA, ഈ കഞ്ചാവ്, ഈ അർത്ഥത്തിൽ അറിയപ്പെടുന്ന എല്ലാം ഉമ്മയെപ്പോലും തിരിച്ചറിയാതെ ഉമ്മയുടെ നഗ്ന ചിത്രങ്ങളെ
കോളേജിലെ കുട്ടികൾക്ക് ആവശ്യമുണ്ടെന്നറിഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ ഉമ്മ കുളിക്കുന്ന സ്ഥലത്ത് ക്യാമറ ഫിറ്റ് ചെയ്ത് തന്റെ കൂട്ടുകാരന്മാർക്ക് എത്തിച്ച ചെറുപ്പക്കാരനെ പോലീസ് ചോദ്യം ചെയ്തപ്പോ നിങ്ങളൊക്കെ വായിച്ചതാണ്, അവൻ ലഹരിയുടെ മായാലോകത്തായിരുന്നു. ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ വിദേശ രാജ്യത്ത് ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടി, കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന കുട്ടി സ്വന്തം അമ്മക്ക് മുമ്പിൽ ചെയ്തത് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ലഹരിയുടെ മായാലോകത്ത് നിൽക്കുന്ന ഇവൻ കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട സൈറ്റ് കണ്ടപ്പോ അമ്മക്ക് ദേഷ്യം വന്നു. അമ്മ അവന്റെ കയ്യിൽ നിന്ന് മൊബൈൽ അങ്ങ് പിടിച്ചു വാങ്ങി. അവൻ അച്ഛന്റെ ബെഡ്റൂമിലേക്ക് പോയി. അച്ഛൻ ലൈസൻസോടുകൂടി സൂക്ഷിച്ച ഒരു തോക്കുണ്ടവള് അമ്മയുടെ നെറ്റിക്ക് നേരെ അവൻ ഒരു സിനിമ സ്റ്റൈലിൽ ചൂണ്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മൊബൈൽ തരണം, ഇല്ലെങ്കിൽ വെടിവെക്കുമെന്ന്. നൊന്ത് പ്രസവിച്ച അമ്മ ഇതൊരു തമാശയുടെ വർത്തമാനമായിട്ടാണ് കണ്ടത്. ഒരു വട്ടം ചോദിച്ചു, മൊബൈൽ കൊടുത്തില്ല അമ്മ. തന്റെ മോൻ പിഴച്ചു പോകുന്നു, തന്റെ മോൻ റൂട്ട് മാറുന്നു. ഇതാ ഇവനെ രക്ഷപ്പെടുത്താൻ ആ മൊബൈൽ അവന് വേണ്ട. ഇവനൊരു വിദ്യാർത്ഥിയാണ് എന്ന നിലക്ക് തന്റെ മകന്റെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങിയ അമ്മക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, വേണം എന്റെ മൊബൈൽ. അമ്മ കൊടുത്തില്ല. ഇല്ല, യാതൊരു പ്രയാസവും അവന് തോന്നിയില്ല. അമ്മയുടെ നെറ്റിക്ക് നേരെ അവൻ വെടിയുതിർത്തു. അമ്മ മരിച്ചു വീണു. അമ്മയുടെ ബോഡി കട്ടിലെ ചുവട്ടിലേക്ക് നീക്കി വെച്ചിട്ട് ആ വിരിപ്പങ്ങു താഴ്ത്തിയിട്ടിട്ട് തന്റെ കൂട്ടുകാരന്മാരെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവിടെ DJ ഏർപ്പാട് ചെയ്തു. തുള്ളി വലിയ ഗാനമേളകൾ അരങ്ങേറി. 3 ദിവസം നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, ഇത് വെറുതെ പറയുകയാണോ എന്ന്. 3 ദിവസം അവിടെ DJ പാർട്ടി നടക്കുകയാണ്. ഈ മൃതദേഹത്തിൽ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങി. അയൽവാസികൾ ഇടപെട്ടു, പോലീസിൽ അറിയിച്ചു. വിദേശ രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീട്ടിലേക്ക് വന്നു. പരിശോധന നടത്തിയപ്പോ 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ച പഴക്കമുള്ള മൃതദേഹം കട്ടിലിന്റെ ചുവട്ടിലുണ്ട്. അമ്മയുടെ നെറ്റിത്തടത്തിൽ 9 മാസക്കാലം ഗർഭം ചുമന്ന് വേദനയ്ക്ക് മേൽ വേദന സഹിച്ച്, പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ച് 9 മാസക്കാലവും ദിവസവും ആ ഗർഭം കൊണ്ട് നടന്ന് നൊന്ത് പ്രസവിച്ച അമ്മക്ക് നേരെ വെടിയുതിർക്കാൻ ലഹരിയുടെ മായാലോകത്ത് ജീവിക്കുന്ന പുതിയ തലമുറയ്ക്ക് അറപ്പ് തോന്നുന്നില്ല. മനുഷ്യത്വം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. ഹ്യൂമാനിറ്റി വരുന്നില്ല. മുറൂഇയ്യത്ത് കടന്നു വരുന്നില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, അതാ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. എന്താ പ്രവാചകൻ പറഞ്ഞത്? അൽ ഖംർ എന്നതിനെ വിശദീകരിച്ച സ്ഥലത്ത് പ്രവാചകൻ 2-3 വാചകങ്ങൾ പ്രയോഗിച്ചു. ഒന്ന് പറഞ്ഞത് ഉമ്മുൽ ഫവാഹിഷ്, മ്ലേച്ഛമായ സർവ്വത്തോന്നിവാസങ്ങളുടെയും മാതാവാണ് മദ്യം. എന്താ പറഞ്ഞത്? ഉമ്മുൽ ഫവാഹിഷ്. കിൽത്താനിലെ എന്നെ കേൾക്കുന്നവരെ, ഈ സമ്മേളനം കഴിഞ്ഞ് മടങ്ങുമ്പോ ഈ പദങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ഉമ്മുൽ ഫവാഹിഷ്, ഇത് മ്ലേച്ഛമായ സർവ്വത്തോന്നിവാസങ്ങളുടെയും വൃത്തികേടുകളുടെയും മാതാവാണ് ലഹരി. മറ്റൊരു സ്ഥലത്ത് പ്രവാചകൻ പ്രയോഗിച്ച വാക്ക് ഉമ്മുൽ ഖബായിസ്, സർവ്വ മ്ലേച്ഛതയുടെയും മാതാവാണ്. മറ്റൊരു സ്ഥലത്ത് പ്രവാചകൻ പ്രയോഗിച്ചത് മിഫ്താഹുശ്ശർ, സർവ്വ തിന്മകളുടെയും താക്കോലാണ്. തന്റെ പെങ്ങളിലേക്ക് അതിർവരമ്പുകളെ, രക്തബന്ധങ്ങളെ അതേ തള്ളിമാറ്റി മറികടന്ന് ആ പെങ്ങളെ തന്റെ വൈകാരിക തലങ്ങൾക്ക് ഉപയോഗിക്കാൻ തോന്നുന്ന വൃത്തികേടിന്റെ, സർവ്വ വൃത്തികേടിന്റെയും താക്കോലാണ് ലഹരി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പാകെ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റുന്നത് ഒരു സ്ഥലത്ത് പ്രവാചകൻ പ്രയോഗിച്ച വാക്ക് മൻ സന വശരിബൽ ഖംറ, ആരെങ്കിലും ഒരാൾ വ്യഭിചരിച്ചു, ഒരാൾ മദ്യപിക്കുകയാണ്, വ്യഭിചരിക്കുകയാണ്, അതിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നസഅല്ലാഹു മിൻഹു അൽ ഈമാന, ഈമാൻ എന്ന അവന്റെ വിശ്വാസത്തെ ലോകത്തിന്റെ രക്ഷിതാവ് അവനിൽ നിന്ന് ഊരിക്കളയുകയാണ്. വ്യഭിചാരത്തിന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നവനിൽ നിന്ന് ഈമാനിനെ പടച്ചവൻ ഊരിക്കളയുകയാണ്. മദ്യത്തിലേക്ക്, മയക്കുമരുന്നിലേക്ക്, കഞ്ചാവിലേക്ക്, MDMA-യിലേക്ക്, ലഹരിയുടെ മായാലോകത്തിലേക്ക് കടക്കുന്നവനിൽ നിന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അല്ലാഹു അവന്റെ ഈമാനിനെ ഊരിക്കളയുകയാണ്.
പറയുകയാണ്. എന്നിട്ട് തുടർന്ന് പറഞ്ഞു, തലയിലൂടെ ഷർട്ട് ഊരിയെടുക്കുന്നത് പോലെ, അവന്റെ വസ്ത്രം തലയിലൂടെ ഊരിയെടുക്കുന്നത് പോലെ പെട്ടെന്ന് അവനിൽ നിന്ന് അവന്റെ ഈമാനിനെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഊരിക്കളയുന്നു എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നതായി പണ്ഡിത ലോകം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. മാത്രമല്ല, ഇതൊരു പൈശാചികമായ മ്ലേച്ഛമായ പ്രവൃത്തിയാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ? തുടർന്ന് അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ യുരീദു ശൈത്വാൻ, ഈ മദ്യത്തിലൂടെ, ഈ ലോട്ടറിയിലൂടെ, ഈ ചൂതാട്ടത്തിലൂടെ, ഈ വൃത്തികേടിലൂടെ പിശാച് ആഗ്രഹിക്കുന്നത് എന്താണ്? അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാനാ, നിങ്ങൾക്കിടയിൽ പരസ്പരമുള്ള വൈരാഗ്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാനാണ്. ഫിൽ ഖംറി, ഈ ലഹരിയിലൂടെ, അൽ ബഗ്ളാ വൽ അദാവ, ഇതൊക്കെയാണ് പിശാച് ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിന്റെ കലാമോദി പഠിപ്പിക്കുകയാണ്. വയസുദ്ദകും അൻ സിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് ദാ നിങ്ങളെ തടഞ്ഞു നിർത്തുകയാണ്. നമസ്കാരത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും നിങ്ങളെ തടയുകയാണ്. അതുകൊണ്ട് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ? മദീന തെരുവീതിയിൽ ഈ ആയത്തിന്റെ കഷ്ടമെങ്ങനെ സഹാബി ഉറക്കെ പറഞ്ഞു പോയപ്പോ, മദ്യം വിൽക്കാൻ വേണ്ടി എടുത്തുവച്ചവർ, റീറ്റെയിൽ കച്ചവടത്തിന് വേണ്ടി എടുത്തുവച്ചവർ, ഹോൾസെയിൽ കച്ചവടത്തിന് വേണ്ടി എടുത്തുവച്ചവർ, കുടിച്ചവർ വിരലുകൾ വായിലേക്ക് തള്ളിക്കയറ്റി, കുടിച്ചവർ വായിലേക്ക് വിരലുകൾ തള്ളിക്കയറ്റി. പോരാ, കുടിക്കാൻ വേണ്ടി കയ്യിൽ കോപ്പയിൽ സൂക്ഷിച്ചവർ നിലത്തേക്ക് എറിഞ്ഞു. സൂക്ഷിച്ചു വെച്ച റീറ്റെയിൽ ഹോൾസെയിൽ കച്ചവടത്തിന് വേണ്ടി എടുത്തു വെച്ചവർ തല്ലി ഉടച്ചു. മദീനയിൽ ഒരു കല്ലിന്റെ ചാലൊടുങ്ങി എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് അവർക്ക് ഉത്ബോധനം കിട്ടിയപ്പോ, ഇനി പാടില്ല എന്ന് പറഞ്ഞപ്പോ, വിരമിക്കാൻ ഒഴിവാകാൻ സമയമായില്ലേ എന്ന ചോദ്യം അവിടെ മുന്നിലേക്ക് വന്നപ്പോ അവർ ഉറക്കെ പറഞ്ഞു, ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങൾ ഇതാ രാജിവെച്ചിരിക്കുന്നു, ഇനി ഞങ്ങൾ കുടിക്കില്ല, ഞങ്ങൾ ഇതാ വിരമിച്ചിരിക്കുന്നു എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അതിന് അഡിക്റ്റായി പോയ ആളുകൾ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇസ്ലാമികമായ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു എന്ന് ഞാൻ നിങ്ങളും അറിയാതെ പോകരുത്. അതുകൊണ്ട് ലഹരി എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും മക്കളെ നമ്മളിൽ നകറ്റാൻ, അവർക്ക് മാതാപിതാക്കളെ വേണ്ടെന്ന് വെക്കാൻ, അവർക്ക് കുടുംബജീവിതം വേണ്ടെന്ന് വെക്കാൻ, സ്വന്തം ഭാര്യയെയും മക്കളെയും, പ്രിയപ്പെട്ടവരെ, അതിക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്തു തീർക്കാൻ, അല്ലെങ്കിൽ സ്വയം നിരാശയിലകപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലെത്തിക്കാൻ നിങ്ങൾ കരപ്രദേശങ്ങളിലേക്ക്, രാജ്യത്തിന്റെ വ്യത്യസ്തമായ സ്റ്റേറ്റുകളിലേക്ക് വാർത്തകളിലൂടെ കണ്ണോടിച്ചു നോക്കിയാൽ വായിച്ചു തീർക്കാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കഥകളാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച ഒന്നാമത്തെ കാര്യം, ഈ ലഹരി എന്നത് ആപത്താണ്. ദ്വീപിലെ വ്യത്യസ്തമായ മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി ഇത് തൗഹീദ് പറയാൻ, അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് പറയാൻ ഒരുപക്ഷെ ഒരു വേദിയിൽ വരണമെന്ന് പറഞ്ഞാൽ ആളുകൾ വന്നുകൊള്ളണമെന്നില്ല. പക്ഷേ പൊതു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റിയ ചില വേദികളുണ്ട്. ലഹരിക്കെതിരെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് കിൽത്താൻ ദ്വീപിന്റെ 3000 ചില്ലാൻ വരുന്ന ആളുകളിൽ ഒരാൾ പോലും ലഹരിക്കടിമപ്പെടരുത് എന്ന് തീരുമാനിക്കാൻ ഇവിടുത്തെ മുഴുവൻ പള്ളിയിലെ ഖാദിമാരും, ഇവിടുത്തെ ഉസ്താദുമാരും, ഇവിടുത്തെ മുഴുവൻ സാംസ്കാരിക പ്രവർത്തകന്മാരും, ഇവിടുത്തെ ഉയർന്ന തല ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ചു നിന്നാൽ ഈ ഇട്ടാവട്ടത്തിലുള്ള ദ്വീപിലേക്ക് അത് പ്രവേശിക്കില്ല എന്ന് തീരുമാനിക്കാൻ മറ്റൊരാളുടെ സഹായവും നിങ്ങൾക്ക് ആവശ്യമുണ്ടാവില്ല. നിങ്ങൾ ഒരുമിച്ചു നിന്നാൽ ഈ ദ്വീപിലേക്ക് കടന്നു വരുന്ന ലഹരിയുടെ ആദ്യത്തെ അംശത്തെ അറബിക്കടലിന്റെ ആർത്തിരമ്പി വരുന്ന തിരമാലകളിലേക്ക് വലിച്ചെറിഞ്ഞ് ഈ ദ്വീപിനെ സുരക്ഷിതമാക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷെ തീരുമാനമെടുക്കണം, അവിടെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരെന്ന നിലക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളോട് പ്രത്യേകമായി വിനയ പുരസ്കാരം ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ കാവൽഭടന്മാരായി നമുക്ക് മാറണം. ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ അധാർമികത ശിർക്കാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ വിഷയങ്ങളൊക്കെ ഇവിടെ കടന്നു വരും. പക്ഷേ ഞാൻ സംസാരിക്കുന്ന വിഷയമാകുന്ന ഈ അധാർമികതയുടെ കൂട്ടത്തിൽ ആളുകൾ ഭയപ്പാടോടുകൂടി നോക്കിക്കാണുന്ന പെൺകുട്ടികളാണത്രേ ഏറ്റവും കൂടുതൽ ലഹരിക്കടിമപ്പെട്ട്
കേട്ടുകൊണ്ടിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ കുട്ടിയുടെ കാലിൽ നിന്ന് ചോര ഒഴുകുന്നു. ടീച്ചർ പേടിക്കുന്നു. ചുരിദാറിന്റെ പാന്റ് ഒന്ന് പൊക്കി പിടിച്ചപ്പോ ആ കാലിന്റെ അല്പം മുകളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കാണുന്നു. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോ ലഹരിക്കടിമപ്പെട്ട മോളാണ്. 8ാം ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവള് പോലും ലഹരിക്കടിമപ്പെട്ട് തന്റെ കൂട്ടുകാരന്റെ മുമ്പിൽ കൈയിങ്ങനെ ബലം പിടിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. എന്റെ കൂട്ടുകാരൻ ബാഗിൽ കൊണ്ടുവന്നിരിക്കുന്നു ലഹരി, സിറിഞ്ചിൽ സൂക്ഷിച്ചിരിക്കുന്നു ലഹരി. അത് ഡയറക്റ്റായി ഞരമ്പിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ കണ്ണ് ഇറുക്കി പിടിച്ച് അമർത്തി പിടിച്ച് തന്റെ കൂട്ടുകാരന്റെ മുമ്പിൽ, കാമുകന്റെ മുമ്പിൽ നിന്നുകൊടുക്കുകയാണ്. കേരളക്കരയിലേക്കും തമിഴ്നാടിലേക്കും കർണാടകയിലേക്കും ഇന്ത്യയുടെ വ്യത്യസ്തമായ സ്റ്റേറ്റിലേക്ക് ദ്വീപിൽ നിന്ന് പഠിക്കാൻ പോകുന്ന മക്കളെ നിങ്ങൾ പ്രത്യേകം ഉപദേശിക്കണം. അവിടെ പലരും ഇങ്ങനെ വലവിശി കാത്തിരിക്കുകയാണ്. ബെസ്റ്റി എന്ന പേരിട്ട് വിളിച്ച് പ്രണയത്തിന്റെ ചാബല്യത്തിൽ കുടുക്കി നമ്മുടെ മക്കളുടെ ചാരിത്രം നഷ്ടപ്പെടുത്താൻ, നമ്മുടെ മക്കളെ അധാർമികതയുടെ പടുഗർത്തത്തിലേക്ക് കൊണ്ടുപോയി തള്ളിയിടാൻ, ചതിക്കുടിയിലേക്ക് തള്ളിയിടാൻ ബെസ്റ്റിയാണത്രേ. ബെസ്റ്റി നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. ആ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്തുമാകാമെന്നാണ് അത്രേ കൂട്ടുകാരികൾ പറയുന്നത്. അത് 2 മാസം ഞങ്ങൾ ബെസ്റ്റി, ഏറ്റവും അടുത്ത ബെസ്റ്റായ ഫ്രണ്ടാണ്. അതുകൊണ്ട് അവൻ എന്തും എന്നോട് പറയാം, എന്തും എന്നോട് ചോദിക്കാം, എനിക്ക് അവനോട് എന്തുമാകാം. പക്ഷേ ഒരു വൈവാഹിക ജീവിതം നയിച്ചവരെ പോലെ, ഒരു വിവാഹിതരായവരെ പോലെ ആളുകൾക്ക് മുമ്പിൽ അറപ്പും വെറുപ്പും ഇല്ലാതെ നാക്കാലികളെയും ഈ ഇവിടുത്തെ മറ്റു ജന്തുലോകത്തെയും നാണിപ്പിക്കുന്ന വിധത്തിൽ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, ആളുകൾക്ക് ഹൃദയമുണ്ട്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കാൻ സാധിക്കാതെ ഒരുപാട് മനുഷ്യർക്ക് ഹൃദയമുണ്ട്, അവർ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ലേ ഖുർആൻ. ചെവികളുണ്ട്, നേരത് കേൾക്കുന്നില്ല. കണ്ണുണ്ട്, നേരവർ കാണുന്നില്ല. ഉലൈക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. ബൽ ഹും അളൽ, നാക്കാലികളെ പോലെ അല്ല, അതിനേക്കാൾ മോശമാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാചകങ്ങളെ നിങ്ങൾ സാന്ദർഭികമായി ഓർക്കണമെന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. പോരാ, നമ്മുടെ വീട്ടിലെ TV, നമ്മുടെ വീട്ടിലെ സിസ്റ്റം, കമ്പ്യൂട്ടർ സംവിധാനം, അതൊക്കെ ദ്വീപിൽ മനോഹരമായി എത്തിയിട്ടുണ്ടല്ലോ. നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ചാനലുകൾ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. എങ്കിൽ സൂക്ഷിക്കണേ, മുമ്പ് കഴിഞ്ഞു പോയതുപോലെയല്ല. സംവിധാനങ്ങളും സൗകര്യങ്ങളും നമ്മുടെ കുടുംബത്തിലേക്ക് എത്തുമ്പോ അതിന് വേണ്ടതുപോലെ പോസിറ്റീവ് ഏത്, നെഗറ്റീവ് ഏത് എന്ന്, ധർമ്മമേത് അധർമ്മമേത് എന്ന്, ശരിയേത് തെറ്റേത് എന്ന് വിവച്ഛേദിച്ച് നിർണയിക്കാൻ തന്റെ ഇടമില്ലാത്ത ഗൃഹാതനായാൽ, തന്റെ ഇടമില്ലാത്ത ഉമ്മയായാൽ, തന്റെ ഇടം കാണിക്കാൻ പറ്റാത്ത വാപ്പയായാൽ ആ കുടുംബത്തിൽ അത് മിസ്യൂസ് ചെയ്യും. ആ മക്കൾ പിഴച്ചു പോകാൻ സാധ്യതയുണ്ട്. ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞ ഒരു വാചകമുണ്ട് പ്രിയപ്പെട്ടവരെ. വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹ് ബിഗൈരി ഇൽം വയത്തഖിദഹാ ഹുസുബാ ഉലൈക ലഹും അദാബും മുഹീൻ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്ന വചനം എന്തെന്നറിയുമോ? മനുഷ്യക്കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ വിനോദ വാർത്തകളെ വിലക്കു വാങ്ങുന്നവരാണ്. വിനോദ വാർത്തകളെ കൊച്ചിയിൽ അതേ വെസൽ കപ്പലിൽ പോയി, അല്ല വലിയ കപ്പലുകളിൽ യാത്ര ചെയ്ത് അങ്ങ് അഗത്തിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി, നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന കമ്പ്യൂട്ടർ സിസ്റ്റമാണത്, നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന വലിയ സ്ക്രീനുള്ള TV സംവിധാനമാണത്. എങ്കിൽ അത് നേരാവണ്ണം ഉപയോഗിക്കാതെ പണം കൊടുത്ത് 10,000 ലക്ഷങ്ങൾ ചെലവഴിച്ച് നിങ്ങളുടെ വീട്ടിലെ ബിഗ് സ്ക്രീനായി വെച്ചിട്ടുള്ള ഈ സംവിധാനം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പലതും കണ്ടിരിക്കാനാണ്. ആ സീരിയൽ നടി കരയുന്നത് കണ്ടിട്ട് ഉമ്മ കണ്ണു തുടക്കുന്ന സീരിയൽ നടി പണമുണ്ടാക്കാൻ കരയുമ്പോ നമ്മുടെ ഉമ്മ നരകത്തിന് വേണ്ടി കരയുന്ന, പ്രിയപ്പെട്ടവരെ, സ്വർഗം നഷ്ടപ്പെട്ട് കരയുന്നൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സംവിധാനമായി നമ്മുടെ വീട്ടിലെ TVയും കമ്പ്യൂട്ടറുകളും മൊബൈലുകളും മാറുന്നുവെങ്കിൽ അല്ലാഹു തആല താക്കീത് തരികയാണ്. അങ്ങനെ ചില മനുഷ്യന്മാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അവർ അല്ലാഹുവിന്റെ ദീനിനെ പരിഹാസ്യമാക്കുന്നവരാണ് എന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുകയാണ്. അവിടെ മ്യൂസിക്കുകൾ പ്രശ്നമല്ല,
മ്യൂസിക്കുകൾ അരങ്ങ് തകർക്കുകയാണ്. മൊബൈലും വെച്ചിരിക്കുകയാണ് കിടപ്പുറത്ത്, മൊബൈലും വെച്ചിരിക്കുകയാണ് പള്ളിയുടെ പുറത്ത്, മൊബൈലും വെച്ചിരിക്കുകയാണ് മദ്രസയുടെ പരിസരത്ത്. എല്ലാ സ്ഥലങ്ങളിലും ഖബർസ്ഥാനുകളാണ്. ഓരോ പള്ളിയുടെ ചുറ്റും ഖബറാണ്. ആ ഖബറിന്റെ പരിസരത്തിരുന്ന് മൊബൈലും ഇങ്ങനെ വെച്ച് മ്യൂസിക് കേട്ട് പാട്ട് കേട്ടിരിക്കുകയാണ്. ഈ 2.5 കിലോമീറ്ററിൽ എത്ര ഖബർസ്ഥാനുകളാണ്. അതുകൊണ്ടൊരു വിലയില്ലാതെയാകുന്നുണ്ടോ? ഖബറിന്റെ അടുത്തിരുന്ന് നിങ്ങൾ മൊബൈലിൽ പാട്ട് കേട്ടിരിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, ആ ഖബർ കാണുമ്പോ മരണത്തെ കുറിച്ച് ഓർക്കാനും പരലോകത്തെ കുറിച്ച് ഓർക്കാനും കഴിയാതെ പോകുന്നുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉമ്മത്തിനെ കുറിച്ച് താക്കീത് ചെയ്ത സ്ഥലത്ത് പറഞ്ഞു, ലയകൂനന്ന മിൻ ഉമ്മത്തി ഖൗമുൻ, അല്ലെങ്കിൽ അഖ്വാമുൻ, ഒരു ജനവിഭാഗം എന്റെ ഉമ്മത്തിൽ നിന്നുണ്ടായിത്തീരും. മറ്റു ചില റിപ്പോർട്ടിൽ കാണാം ലയകൂന മിൻ ഉമ്മത്തി ഖൗമുൻ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ഖൗം ഉണ്ടായിത്തീരും, ഒരു ജനവിഭാഗം ഉണ്ടായിത്തീരും. യസ്തഹില്ലൂന അൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ. എന്താണ് കള്ള് അനുവദനീയമാണ് എന്ന് പറയുന്നവർ? എന്തേ കള്ള് കുടിക്കാത്തവരാരാ? ഈ വീട്ടിലെ ഒരു കുട്ടി കുടിക്കുന്നു എന്നറിഞ്ഞാൽ, കഞ്ചാവിന് അടിമപ്പെടുന്നു എന്നറിഞ്ഞാൽ, ലഹരിക്കടിമപ്പെടുന്നു എന്നറിഞ്ഞാൽ പോയി ചെന്ന് പറഞ്ഞാൽ പാപ്പ ചോദിക്കുന്നത്, ആരാ കുടിക്കാത്തത് ഇവിടെ? ആരാ ഇന്ന് കഴിക്കാത്തത് എന്ന് പറഞ്ഞ് തന്റെ മോനെ ന്യായീകരിക്കുന്ന, കള്ളിനെ ന്യായീകരിക്കുന്ന, വ്യഭിചാരത്തെ ന്യായീകരിക്കുന്ന അൽ മആസിഫ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് അതിന്റെ അർത്ഥം. എന്താ അതിന്റെ അർത്ഥം? വൽ മആസിഫ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു, കല്ല് പ്രശ്നമല്ല എന്ന് പറയുന്നവർ നമ്മുടെ ഉമ്മത്തിൽ നിന്ന് വരും. കുടിക്കാത്തവരാരാ എന്ന് ചോദിക്കും അവർ. അതിനെ ലാഘവത്തോട് കൂടി കാണും അവർ. എന്നിട്ട് അവർ അതിനൊക്കെ നിസ്സാരമായി കാണും. ഇന്നൊരു വ്യഭിചാരം ഒരു പ്രശ്നമാണോ? ഒരു അന്യപെണ്ണിന്റെ അടുത്ത് പോയതാണോ ഇന്നത്തെ ലോകത്ത് വലിയ ചർച്ചാ വിഷയം? അതൊക്കെ ലോകത്ത് വ്യാപകമല്ലേ? ഇതൊക്കെ മുസ്ലിങ്ങൾ പറയാൻ തുടങ്ങും. കല്ല് അതൊന്നും വിഷയമല്ല എന്ന് പറയാൻ തുടങ്ങും. പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം അതൊന്നൊരു കുഴപ്പമില്ലെന്ന് പറയാൻ തുടങ്ങും. ആ കൂട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ എണ്ണിയത് വൽ മആസിഫ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അതൊന്നും പ്രശ്നമല്ല. വഅലിന് വേണ്ടി കേരളക്കരയിൽ നിന്ന് ഇന്ന പണ്ഡിതനെത്തി എന്ന് പറഞ്ഞ് ആളുകളെ ക്ഷണിക്കുന്ന, അനൗൺസ്മെന്റ് ചെയ്യുന്ന വണ്ടിയിൽ വരെ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത മ്യൂസിക് ഇട്ടിട്ടാ വിളിക്കുക ആളുകളെ. എവിടേക്കാണ് മുസ്ലിം ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ ഒരു ഖൗമ് നമ്മുടെ ഉമ്മത്തിൽ നിന്നുണ്ടായി തീരുമെന്ന് പഠിപ്പിക്കുന്നത് കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇവിടെയൊക്കെ ഒരു ജാഗ്രത നമുക്ക് പാലിക്കാൻ കഴിയണം. നമ്മുടെ വേഷവിധാനങ്ങൾ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ വേഷവിധാനങ്ങൾ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ ഇറുകി പിടിച്ച വസ്ത്രമാകാതെ, ആൺവേഷം കെട്ടുന്ന പെണ്ണായി മാറാതെ, ജീൻസിന്റെ പാന്റും ടീഷർട്ടും ഇട്ട ഒരു പുതിയ സംസ്കാരത്തിലേക്ക്, ദീപ് കണ്ടിട്ടില്ലാത്ത സംസ്കാരത്തിലേക്ക്, യൂറോപ്യന്റെ സംസ്കാരത്തിലേക്ക് ഞാനും നിങ്ങളും അവർ ചവറ്റുകൊട്ടയിലേക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞു വലിച്ചെറിയുന്ന ചീഞ്ഞളിഞ്ഞ വൃത്തികെട്ട സംസ്കാരത്തെ മുസ്ലിം ഉമ്മത്ത് നെഞ്ചിലേറ്റുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മുഖമക്കന, നമ്മുടെ മാർവിടത്തിലേക്കുള്ള കർട്ടനാണ്. അത് ബാക്കിലേക്ക് പിടിച്ചു കെട്ടാനുള്ളതല്ല. എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. ആ മുഖമക്കനകൾ നിങ്ങളുടെ നെഞ്ചിനുള്ള, നിങ്ങളുടെ മാർവിടങ്ങൾക്കുള്ള കർട്ടനായി ഉപയോഗിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ. പർദയും ചുരിദാറും ഒക്കെ ലൂസുള്ളതായി മാറണം. മറ്റുള്ളവരുടെ കണ്ണുകൾക്ക്, കടികക്കണ്ണുകൾക്ക് തന്റെ അംഗലാവണ്യങ്ങളെ കൊത്തി വലിച്ച് കൊടുക്കാനുള്ളതല്ല, അത് ഭർത്താവിന് ആസ്വദിക്കാനുള്ളതാണ് എന്ന് ഗൗരവത്തോടു കൂടി ഓർക്കണം. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, സ്ത്രീകളെ കുറിച്ച് നിസാഉൻ കാസിയാത്തുൻ നാരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ. ചില സ്ത്രീകളുണ്ട് വസ്ത്രം അണിഞ്ഞിട്ടും അവർ അണിയാത്തവരെ പോലെയാണ്. ചുരിദാറാണ് അത്രേ അണിഞ്ഞത്, അതെ എന്തോ ഒരു ഡ്രസ്സാണ് അവർ അണിഞ്ഞിട്ടുണ്ട് എന്നവർ പറയുന്നു. പക്ഷേ ആളുകൾ നോക്കുമ്പോൾ ഡ്രസ് അണിയാത്തവരെ പോലെയാണ്. മുമീലാത്തുൻ മായിലാത്തുൻ, ചാഞ്ഞും ചെരിഞ്ഞുമാണ് അവർ നടക്കുന്നത്. റൂസുഹുന്ന, അവരുടെ തലകൾ കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, ആടിക്കളിക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ്. ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദന റീഹഹാ, സ്വർഗ്ഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് നാളെ അനുഭവിക്കാൻ കഴിയില്ല എന്ന് താക്കീത് ചെയ്യുന്നത് കളവ് പറയാത്ത തങ്ങളായ മുത്ത് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി വിഷയങ്ങളെ കാണുക. വീട് ഒരു ഇസ്ലാമികരണ ശുദ്ധീകരണം നടത്തുക. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതൊന്ന് കാണാൻ ഞാനും എന്റെ മക്കളും റെഡിയല്ല എന്ന് തീരുമാനിക്കുക. പടച്ചവന് ഇഷ്ടമുള്ള വസ്ത്രമണിഞ്ഞ് പുറത്തിറങ്ങാൻ ഞാനും എന്റെ കുടുംബവും തയ്യാറാണ് എന്ന് തീരുമാനിക്കുക. പ്രണയത്തിന്റെ ചാബല്യത്തിൽ അകപ്പെട്ടു പോയ മക്കളെ ചേർത്തു പിടിച്ച് എന്നേക്കാൾ വലുപ്പം വെച്ച എന്റെ മോളോട്, എന്നേക്കാൾ വലുപ്പം വെച്ച എന്റെ മോനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പൊന്നാര മോനെ എന്ന് വിളിച്ച്, എന്റെ പ്രിയപ്പെട്ട മോളെ എന്ന് വിളിച്ച് ഉപദേശിക്കാൻ തയ്യാറാവുക. കിൽത്താൻ ദ്വീപിലെ ഉസ്താദുമാരോടും പണ്ഡിതന്മാരോടും ഈ അർത്ഥത്തിലുള്ള വിഷയങ്ങളാണ്, വ്യത്യസ്തമായ വിഷയങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഓരോ ദ്വീപിലും ചെന്ന് പറയാനുള്ളത്. അതിനാണോ നിങ്ങൾ ബഹിഷ്കരണം ഏർപ്പെടുത്തുന്നത്? കേൾക്കരുതെന്ന് പറയുന്നത്, കണ്ടുപോകരുതെന്ന് പറയുന്നത്, കേട്ടുപോകരുതെന്ന് പറയുന്നത്? ഞങ്ങൾ ഇസ്ലാമിന്റെ ജീവനായ തൗഹീദ് മുതൽ അതിന്റെ ശാഖോപശാഖകളായ വിഷയങ്ങളെ, മനുഷ്യരുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിൽ അവരുമായി സ്പർശിച്ചു നിൽക്കുന്ന നാനാ തുറകളിലെ വിഷയങ്ങളെ മനുഷ്യ സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുമ്പോ കേൾക്കരുത് എന്നല്ല പറയേണ്ടത്. പോയി കേൾക്കൂ, സത്യമുണ്ടെങ്കിൽ അന്വേഷിച്ച് പഠിക്കൂ എന്ന് പറയേണ്ടവരാണ്. നാളെ റബ്ബിന്റെ കോടതി വരാനുണ്ട്. കിടുകിടാ പറക്കുന്ന കോടതിയിൽ കൈകെട്ടി നിന്ന് ഉത്തരം പറയേണ്ടി വരും. ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ആരും ഒരുമിച്ച് നമ്മുടെ കൂടെ പറയാൻ അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ ഉണ്ടാവില്ല. നഫ്സി നഫ്സി എന്ന് പറയുന്ന ആ കോടതിയെ ഓർക്കണേ എന്ന് ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ബാക്കി ചില വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ ഇപ്പോഴത്തെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഇതിന്റെ ബാക്കി സഫ്വാൻ ബറാമി ഇൻഷാ അല്ലാഹ് നിങ്ങളോട് സംസാരിക്കും. ഈ സംസാരത്തിൽ ഏതെങ്കിലും വാക്കുകൾ ഞാൻ ഉദ്ദേശിക്കാത്ത റൂട്ടിൽ നിങ്ങൾക്ക് മാറി കേട്ടിട്ടുണ്ടെങ്കിൽ തിരുത്തണേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കിൽത്താൻ ദ്വീപിലെ മനുഷ്യരെ, ഇന്നും നാളെയും മറ്റന്നാളെയുമായി നടക്കുന്ന ഈ പ്രൗഢോജ്വലമായ അള്ളാഹുവിന്റെ ദീനിന്റെ സംസാരം കേൾക്കാൻ അടുത്തേക്ക് വരണേ എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് താൽക്കാലികമായി നിർത്തട്ടെ. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിന്റെ സംഘാടകർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിലെ ഓരോ പണ്ഡിതന്മാരും വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് റബ്ബിന്റെ ദീനിന്റെ ദഅവത്ത് നിർവഹിക്കുമ്പോൾ പടച്ചവൻ അത് പൂർത്തീകരിച്ച് നൽകി, അതിന്റെ സൽഫലങ്ങൾ അല്ലാഹു നൽകി കൺകുളിർമ കണ്ടുകൊണ്ട് ലോകത്ത് നിന്ന് വിട പറയാനുള്ള സൗഭാഗ്യം ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു ശമനം നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ ഭാഗമായി നിന്റെ ഭവനം ഇവിടെ ഈ കൊച്ചുദ്വീപിൽ തുറന്നത് റബ്ബേ നീ ഇഷ്ടപ്പെടുന്ന ഭവനമാക്കി നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണേ അല്ലാ. അതിന്റെ പിന്നിൽ ഒരു മണൽത്തരിയെങ്കിലും പടച്ചവനെ അതിനുവേണ്ടി കൊടുത്ത് സംഭാവന ചെയ്ത് അതിനുവേണ്ടി ശരീരം കൊണ്ട് അധ്വാനിച്ചവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ. കിൽത്താൻ ദ്വീപിന്റെ ഈ കടൽ തീരത്ത് കിടക്കുന്ന കോടാനുകോടി മണൽത്തരികളെ സാക്ഷി നിർത്തി റബ്ബേ, ഞങ്ങൾ ഇതാ 3 ദിവസത്തെ നിന്റെ വഹ്ദാനിയത്തും നിന്റെ ദീനും പറയാനുള്ള സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. റബ്ബേ, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്. സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത